മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി ജോണിയാണ് മരിച്ചത്. പുലർച്ചെ 3:30ഓടെയാണ് അപകടമുണ്ടായത്. വള്ളത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇടയ്ക്ക് ഇത്തരം വാർത്തകൾ കേൾക്കാതായിരുന്നു. ഇപ്പോൾ വീണ്ടും മുതലപ്പുഴയിലെ അപകടങ്ങൾ പതിവായി വാർത്തകളിലേ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ജിക്സി സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പുഴയിലെ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും മരണങ്ങളും ഒരു സമയത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും ഒരു പതിവ് കാഴ്ചയുമായിരുന്നു. അതിന് താൽക്കാലികമായ ഒരു ഇടവേള കുറച്ചു കാലമായി വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഇന്ന് പുലർച്ചെ ഒരു അപകടമുണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 3:30ക്കാണ് പുതുക്കുറിച്ചിയിൽ നിന്നും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി പോയ വള്ളം മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട വള്ളം പൂർണ്ണമായും മറിയുകയായിരുന്നു. 6 പേരായിരുന്നു ഈ വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന 5 പേർ നീന്തി രക്ഷപ്പെട്ടു. പുതുക്കുറിച്ചി സ്വദേശിയായ ജോണി എന്ന 64കാരൻ മാത്രം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം കൂടെയുള്ളവർ നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തെ ആ സമയത്ത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ മറ്റ് വള്ളങ്ങളിലും ബോട്ടുകളിലുമായി നടത്തിയ പരിശോധനയിലാണ് അഴിമുഖത്തിന്റെ ഭാഗത്തായി ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഇദ്ദേഹത്തെ മൃതദേഹം പെരുമാതുറയിലെ ലേലപ്പുരയിൽ എത്തിച്ച് അതിനുശേഷം അവിടെ നിന്ന് ചിറയൻകീര് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ 2 പേരുടെ അല്പം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മുതലപ്പുഴയിലെ അഴിമുഖം പ്രദേശത്ത് മണൽ അടിഞ്ഞുകൂടി ചുഴി രൂപപ്പെടുന്നതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും അത് മരണങ്ങളിൽ ചെന്ന് കലാശിക്കുന്നതിനുള്ള കാരണമാകുന്നതും എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ജാഗ്രതയോടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും വളരെ ഗൗരവകരമായ രീതിയിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് വീണ്ടും ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്.